നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അഭി പറഞ്ഞതൊക്കെ കേട്ട് നവ്യ ആകെപ്പാടെ വല്ലാത്തൊരു അന്താളിപ്പ് നിൽക്കുകയാണ്. നവ്യക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും അഭിയോട് നവ്യ ചോദിച്ചു, എന്തൊക്കെ അഭി നീ പറയണേ? ആദർശ് ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, നമ്മളെല്ലാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നല്ല അഭിനയം തന്നെയാ കാഴ്ചവെച്ചോണ്ടിരുന്നെ. ഇത്ര ദിവസം അവനിവിടെ മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നു. അല്ല, അപ്പൊ നീയല്ലേ പറഞ്ഞേ അവൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞേ? അതെ, ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന നവ്യെ. പക്ഷെ അവൻ ജയിലിലായില്ല. അതിനു മുമ്പ് തന്നെ മുത്തശ്ശൻ അവനെ ഇറക്കിന്ന് പറയണം. നമ്മളാണ് ശരിക്കും ഇവിടെ ഒന്നുമല്ലാതായി തീർന്നേ. അത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അഭി. അവൻ ജയിലിലായി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇറങ്ങില്ല എന്ന് ഓർത്താ. എന്തൊക്കെയായിരുന്നു ഇപ്പോഴെ ആണ്ട കിടക്കണു. ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ. അഭി പറഞ്ഞു, മനഃപൂർവ്വം നമ്മളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാ അവന് ഒളിച്ചിരുന്നേ. നമ്മൾ എന്തൊക്കെയാ പറയണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിലവൻ വിജയിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നബി പറഞ്ഞു, അയാൾ എത്രയൊക്കെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും ഒരു ദിവസം അയാൾക്ക് ഇതിനുള്ള തിരിച്ചടി കിട്ടും. പാവം പിടിച്ച ആ പെണ്ണിന്റെ കണ്ണീര് അയാൾ തലേ ശാപമായിട്ട് വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭിയൊന്നും ഞെട്ടി. എങ്ങനെ ഞെട്ടാതിരിക്കും? ശാപമായിട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് തന്റെ തലയിലാ, അല്ലാതെ ആദർശിന്റെ അല്ലെന്നുള്ള കാര്യം അവന് നല്ല വ്യക്തമായിട്ടറിയാം. പക്ഷെ നബിയോട് അത് പറയാൻ പറ്റില്ലല്ലോ. നബി പറഞ്ഞാൽ, എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചല്ല അബി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അതൊക്കെ ഓർത്തിട്ടാണ് നബിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. നാണം കെട്ടല്ലോ എന്നൊരു ചിന്ത. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജലജ മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും ഹനി അവിടെ നിൽക്കുന്നുണ്ട്. ഹനി ചോദിച്ചു, എന്തായി അപ്പിച്ചി കാര്യങ്ങളൊക്കെ? എന്ത്? അല്ല, ആദർശേട്ടൻ ജയിലിലായത് അബി ജയിലിലായതുകൊണ്ടാന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അബി ജയിലിലായത് കൊണ്ട് ദൈവം തമ്പനെ ശിക്ഷ കൊടുത്താന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടിപ്പൊ എന്തായി എന്ന് ചോദിച്ചു. അത് കേട്ടതും ജലജ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. പിന്നെ പറഞ്ഞിട്ടില്ല പോലും. അപ്പച്ചിയുടെ മോനൊക്കെ ഇതിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. മരുമോളും പറയുന്നത് ഞാനെന്നെ ചെവി കൊണ്ട് കേട്ടല്ലേന്ന് ചോദിച്ചു. ജലജ പറഞ്ഞു, അതിനിപ്പോ എന്ത് വേണോടാ? എന്ത് വേണമെന്നോ? ശരിക്കും നാണം കിട്ടില്ലേ? ആദർശേട്ടൻ ജയിലില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങിയവരല്ലേ നിങ്ങള്. അപ്പൊ പിന്നെ വലിയൊരു തിരിച്ചടി തന്നെയല്ലേ കിട്ടിയിരിക്കണേ. ജലജ പറഞ്ഞു, അവൻ ജയിലായെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറയണം. അപ്പച്ചി ഇതിലപ്പുറം പറയൂന്നറിയാം. അപ്പച്ചിയുടെ മനസ്സിപ്പോ കിടന്ന് കരയണം എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എന്തൊരു സന്തോഷമായിരുന്നു. അത് മാത്രമാണോ? ഒരു രാത്രി നയനടുത്തി ഒന്ന് മാറിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുറിക്കകത്ത് കയറി മോഷ്ടിക്കുന്നു. കഷ്ടം തന്നെ. അല്ല, അപ്പച്ചിയും കൊള്ളാം, അപ്പച്ചിയുടെ മോനും കൊള്ളാം. പിന്നെ അപ്പച്ചിയുടെ മോന് സ്വർണ്ണക്കടത്തൊക്കെ നടത്തിയിട്ട് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയതിൽ അത്ഭുതമൊന്നും തോന്നാനില്ല. കാരണം അപ്പച്ചിയല്ലേ ഗുരുനാഥ. അപ്പൊ പിന്നെ മോൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ അത്ഭുതമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നീ വലിയ പുണ്യാളനാവാനൊന്നും ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അതെ, ഞാൻ തൽക്കാലത്തേക്ക് പുണ്യാളനാവാൻ തന്നെ ശ്രമിക്കും. പിന്നെ ഉണ്ടല്ലോ, അപ്പച്ചിയുടെ മരുമോൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നേ എന്താണെന്നറിയാവോ? നന്ദുന്ന ഞാനും തമ്മിലുള്ള വിവാഹം നടക്കില്ലാന്ന്. അത് കേട്ടപ്പം ജലജ പറഞ്ഞു, അതേടാ, അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് പറയണം. നമുക്ക് നോക്കാം അപ്പച്ചി എന്നൊക്കെ അനിയും പറഞ്ഞു. അനിയും അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല. ഇതേ സമയത്ത് ആദർശ് പുറത്തു പോകുന്നുണ്ട്. ആദർശ് അങ്ങനെ പുറത്തു പോയിട്ട് എനിക്ക് ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയപ്പോഴാണ് അവിടേക്ക് അനാമികയും വേണുവും കൂടെ വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അങ്ങോട്ട് ചെന്നു. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ കഴിഞ്ഞ ദിവസം ആദർശിനെ തന്നെയാ കണ്ടേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ആദർശ് പറഞ്ഞു, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ഞാനിപ്പോ ഈ സമയത്ത് ഇവിടെ കരുവെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേന്ന് ചോദിക്കണം. അത് കേട്ടതും വേണു നോക്കി, അല്ല നീ ജയിലില്ലാന്നോ? ഓ, ഞാൻ ജയിലില്ലാന്നോർത്ത് സന്തോഷിച്ചിരിക്കുവായിരുന്നല്ലേ? അഭി വിളിച്ചു പറഞ്ഞു കാണും ഞാൻ ജയിലില്ലാന്ന്. അപ്പൊ നിങ്ങൾ ആഘോഷിച്ച് കാണുമല്ലോ അതിന്. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുതെന്ന് പറയണം. അനാവശ്യം പറയരുത് പോലും. നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഈ ആദർശ് ജയിലിലേക്ക് പോവില്ല. കാരണം അതിന് മാത്രം തക്ക തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആരെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും എളുപ്പമൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പം മനസ്സിലായല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു, അങ്ങനെ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട. നിങ്ങള് ആയില്ലെങ്കിലും നിങ്ങൾക്കുള്ള പണി കിട്ടുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതെ, നിനക്കിട്ടൊക്കെ കിട്ടിയത് പോരെ, ഇനിയും വേണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേണു പറഞ്ഞു, ആദർശേ, വെറുതെ ഞങ്ങളോട് ഉടക്കാൻ വരണ്ടെന്ന് പറയണം. ആദർശ് പറഞ്ഞു, ഉടക്കാനല്ല വരണ്ടേ. അന്ന് കോടതി വെളുപ്പിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോടതി മുറിയിലും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു. അന്ന് കരണം അടിച്ചു പൊട്ടിക്കാൻ തന്നെയൊക്കെ അങ്ങനെ ശിക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്റെയൊക്കെ മര്യാദ കൊണ്ട് ഞാനൊന്നും ചെയ്തില്ലത്.
പക്ഷെ ഇനി അങ്ങനെ എന്തേലും ഊടായിപ്പോയിട്ട് വന്നാണ്ടല്ലോ ഒന്നിനെ വെറുതെ വിടത്തില്ല. പോരാത്തന് അനിയുടെ ഡിവോഴ്സ് കേസും മറ്റും കോടതിയിലുണ്ട്. അതിന്റെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് ഇനിയിപ്പോ എന്തേലും പഴയതുപോലെ പൊല്ലാപ്പുണ്ടാക്കാനാ വഴിയെങ്കിൽ ഒന്നിനെയും വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ അനാമയോട് ഞങ്ങളും കൂടെ ഒന്ന് ആലോചിക്കട്ടെ ഡിവോഴ്സിനെ കുറിച്ച് എന്നിട്ടല്ലേന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഇനി അങ്ങനെ ഊടായ്പാണെങ്കിലുണ്ടല്ലോ ഇതിനുള്ള തിരിച്ചടി ഓൺ ദ സ്പോട്ടിൽ തന്നെ തരൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് ആദർശ് അങ്ങോട്ട് പോയി. നല്ല അടി കിട്ടിയ പോലെ അനാമയ്ക്കും വേണുവിനും. വേണു പെട്ടെന്ന് അനാമയോട് പറഞ്ഞു, മോളെ അന്ന് നമ്മൾ കണ്ടത് അപ്പൊ ശരിയായിട്ടുള്ള കാര്യമായിരുന്നു, കണ്ടില്ലേ? അഭി വെറുതെ പറഞ്ഞ ആദർശ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പം അവള് അനാമിക പറഞ്ഞു, അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല അഭി. ഒരു പക്ഷേങ്കില് ജയിലിലാവാതെ ആ കിളവനുണ്ടല്ലോ അയാളെ രക്ഷിച്ചു കാണുമായിരിക്കും എന്ന് പറയാം. അതെ, പിന്നെ നമ്മളെ എല്ലാവരുടെയും കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി കുറച്ചു ദിവസം മാറി എന്നാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അത് ശരിയാ, ഇവനൊക്കെ ഇതിലപ്പുറം കാണിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് അബിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാവും ഓർത്ത് ആദർശ് ജയിലില്ലാന്ന് ഓർത്തിരുന്ന. പക്ഷെ ആദർശ് പുറത്തിറങ്ങുകയും ചെയ്തു. ഇപ്പൊ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ AM ജ്വല്ലറിക്കാരാണ്. അവർ ജോലിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് അബി പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും നയന അങ്ങോട്ട് വരുന്നേ. നയന വന്നിട്ട് അബിയോട് ചിന്നീത അങ്ങോട്ടാ? പുറത്ത് വരെ പോവാ ഏട്ടത്തിയമ്മ, ഭയങ്കര വിനീതമായിട്ടാണ് പറയണേ. അത് കേട്ടതും അബി പറഞ്ഞു, നയന പറഞ്ഞു, അതെ പുറത്തു പോകുന്നതൊക്കെയുള്ള, പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ മോളുടെ കാര്യത്തിൽ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അല്ല അതെന്താ ഏട്ടത്തിയമ്മ അങ്ങനെ പറഞ്ഞേ? നിനക്കൊന്നും അറിയത്തില്ലല്ലേടാ. നീ അവളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവളുടെ കാര്യങ്ങളോ അവളെ കൊഞ്ചിക്കോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാലോ. അവളുടെ എന്തെങ്കിലും കാര്യം നീ ഇന്ന് വരെ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടത്തിയമ്മ ഇവിടെ നവ്യേച്ചി ഇല്ലാത്ത സമയത്തൊക്കെ നിനക്ക് വേണമെങ്കിൽ നിന്റെ കുഞ്ഞിനടുത്ത് കൊഞ്ചിക്കാലോ. അത് മാത്രമല്ല നിന്റെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം, അപ്പച്ചിക്കും കാര്യങ്ങളൊക്കെ അറിയാം. മകന്റെ കുഞ്ഞല്ലേ, ഈ പറയുന്ന അപ്പച്ചി പോലും ചന്തുമുള തിരിഞ്ഞു നോക്കി കണ്ടിട്ടില്ല. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉള്ള സത്യങ്ങളൊക്കെ നവ്യേച്ചിയോട് തുറന്നു പറയും. പിന്നെ നിനക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു, അയ്യോ നയനടുത്തി കൂടുതലൊന്നും നീ പറയണ്ടടാ. മര്യാദയ്ക്ക് നിന്റെ കുഞ്ഞിനെ നീ നോക്കണം, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളെ കൊണ്ട് പറയും. പിന്നെ നീ തന്നെ മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ഞങ്ങൾ ഒന്നിലും ശ്രദ്ധ എടുത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭി നീ ഞെട്ടിപ്പോയി. അഭി പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, ഞാൻ അവളുടെ കാര്യം കുറച്ചൊക്കെ നോക്കിക്കോളാം. നിനക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തം വേണം. മര്യാദയാണ് മര്യാദ. ഇത്രയും കാലം നിന്നെ രക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ. പക്ഷെ ഇനിയുണ്ടല്ലോ നിന്റെ പഴയതുപടി പോലെയുള്ള സ്വഭാവമാണെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അബിക്ക് ഉള്ളിൽ ദേഷ്യമാണെങ്കിലും പുറമെ അങ്ങനെ ദേഷ്യം കാണിക്കാൻ പറ്റില്ലോ. ദേഷ്യം കാണിച്ചിട്ടുണ്ട് പണി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് അബി പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ വന്നിട്ട് നയനോട് പറഞ്ഞു, ഓഹോ അപ്പൊ നീ മുറി ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് എല്ലാവരുടെയും കള്ളത്തരം പറയുമായിരുന്നില്ലേ? വെറുതെ അല്ല പാതിരാത്രി ഒന്നും നീ ഉറങ്ങാതിരുന്നേ, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതിനെന്താ നവ്യ അടുത്തി, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുറച്ച് ദിവസം സന്തോഷിച്ചില്ലേന്ന് ചോദിക്കുക. നവ്യ പറഞ്ഞു, അതെ എന്നാലും ഇത്രയ്ക്ക് ചതി വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണം. അയാൾ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അയാൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് നവ്യ പറഞ്ഞു. നയന പറഞ്ഞു, ആയിക്കോട്ടെ തെറ്റിനുള്ള ശിക്ഷ കിട്ടിക്കോട്ടെ, പക്ഷെ ആദർശാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തില് ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാന്ന് പറയണം. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആദർശാണ് ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ ആദർശാണ് ശിക്ഷ കിട്ടാനും പോകുന്നില്ല. നവ്യേച്ചി ഒരു കാര്യം ചെയ്യുക, നവ്യേച്ചിയുടെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്ക്, അല്ലാതെ ആദർശന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്കൊരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് അയർലൻഡിലുള്ള ജലജയുടെ പുത്രി ഇറങ്ങുവാണ്. അബിയുടെ സഹോദരി അവന്തിക ഇറങ്ങുവാണ്. അപ്പൊ അവന്തിക വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. ഇനിയിപ്പോ അവന്തികയുടെ കല്യാണാലോചനയും കാര്യങ്ങളും അവളെ വന്നിട്ട് കുറെ പണികളൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.